നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇയർ ബാലൻസ് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇയർ ബാലൻസ് പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ടും അതുപോലെ തന്നെ ENT പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ എസ് സുജാതയാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ ഇയർ ബാലൻസ് എന്ന് പറയുന്നത്? ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? എന്തുകൊണ്ടാണ് ഇത് നഷ്ടപ്പെടുന്നത്? ഇയർ ബാലൻസ് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നമ്മൾ ഇയർ ബാലൻസിനെ കുറിച്ചും അതിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഹലോ ഡോക്ടറിലൂടെ സംസാരിക്കാൻ പോകുന്നത്. പല സാഹചര്യങ്ങളിലൂടെ ഇയർ ബാലൻസ് നഷ്ടപ്പെടുകയുണ്ട്. കുനിയുമ്പോൾ, അതുപോലെ തന്നെ പെട്ടെന്ന് നിവർന്നു നിൽക്കുമ്പോൾ, തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒക്കെ തന്നെ ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ എന്താണ് ഇതിന് പ്രധാന കാരണങ്ങളും അതിന് പ്രശ്നങ്ങൾ എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ, എന്താണ് ഈ ഇയർ ബാലൻസ് എന്ന് പറയുന്നത്? ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായും നമ്മുടെ ആന്തരിക കർണത്തിനകത്ത്, നമ്മുടെ ഇന്നർ ഇയറിനകത്ത് കോക്ലിയ, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലർ കനാൽ എന്നുള്ള 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇതിലുള്ള സെമി സർക്കുലർ കനാലുകളുടെ അകത്തുള്ള വളരെ ചെറിയ ഹെയർ സെൽസ് എന്ന് പറയും, വളരെ ചെറിയ ബ്രഷ് പോലുള്ള ചെറിയ കോശങ്ങളുടെ ചലനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ലീനിയർ ആക്സിലറേഷൻ, നമുക്ക് കറങ്ങി തിരിയാനും നിൽക്കാനും എല്ലാം സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പെരിലിംഫ് എന്നുള്ള ഒരു ദ്രാവകം അതുപോലെ തന്നെ ഒരുമിച്ച് ഈ ഒരു ബ്രഷ് സെൽസിന്റെ കൂടെ തന്നെ ചെറിയ ഒരു ഹെയർ സെൽസിന്റെ കൂടെ ഈ ഒരു ദ്രാവകങ്ങളുടെയും ഒരു ചലനം ആവശ്യമാണ്. ഏതെങ്കിലും കാരണവശാൽ അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ചലനത്തിന് വ്യത്യാസം വരാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള, അതായത് എല്ലാത്തിന്റെയും ഒരു വളരെ ക്രമീകൃതമായ രീതിയിൽ ചലിക്കാൻ സാധിക്കാതാവുകയും അത് ഒരു ബാലൻസിങ് പ്രോബ്ലമായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്രധാനമായിട്ടും, അത് പല കാരണങ്ങൾ കൊണ്ടുവരാൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ ഇയർ ബാലൻസ് എന്നുള്ളത്. എന്നാലും ഇതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ബേസിക് കോസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന കാരണം ഇതാണ്. ഡോക്ടർ, അതുപോലെ ചെവിയുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്? ഇപ്പം തലകറക്കങ്ങൾ ഒക്കെ തന്നെ വരുന്നുണ്ടല്ലോ, എന്തെല്ലാം രോഗങ്ങളാണ് ഇതിന് കാരണമാകുന്നത്? നമുക്കതിനെ ഒരു ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് ഒന്ന് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അതല്ലെങ്കിൽ ഒരു പെരിഫറൽ, അതായത് ശരീരത്തിന്റെ സെൻട്രൽ പാർട്ട്, തലച്ചോറിനകത്തുള്ള കാരണങ്ങൾ കൊണ്ടും തലച്ചോറിന് വെളിയിലുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ബാലൻസിന് പ്രശ്നം വരാം. തലച്ചോറിന് അകത്തുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായത് ന്യൂറോളജി വിഭാഗത്തിലെ ന്യൂറോ സർജറിയിലൊക്കെ പോകുന്നതാണ്. അതിനകത്ത് വരുന്ന മുഴകള്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന ബ്രെയിനിന്റെ ഭാഗത്തോട്ടുള്ള രക്തസംക്രമണത്തിനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള രക്തസ്രാവങ്ങൾ, അതുപോലെ വലിയ ചതവളരും, ഇതെല്ലാം കൊണ്ട് ഒരു സെൻട്രൽ കോസസ്, അതായത് പ്രധാനമായും തലച്ചോറിനെ ബാധിക്കുന്ന കാരണങ്ങൾ കൊണ്ടുവരാം. അല്ലാതെ പെരിഫറൽ കോസസ് എന്ന് പറയുന്നത് പ്രധാനമായും ഇതിന് മുൻപേ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് വരുത്തുന്ന 3 ഇൻപുട്ടുകളാണ് പ്രധാനമായിട്ടും ഈ തലച്ചോറിലോട്ട് പോകുന്ന. ഒന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇൻപുട്ട്, അതുപോലെ നമ്മുടെ ചെവിയിൽ നിന്ന് വരുന്ന ഇൻപുട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെമി സർക്കുലർ കനാലുകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചെവിയിലോട്ട്, ലാബ്രിന്ത്, സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഇൻപുട്ട്. മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രൊപ്രിയോസെപ്ഷൻ, നമ്മുടെ കാലിലെയും കയ്യിലുള്ള ചെറിയ ജോയിന്റുകളുടെ ചലനം കൊണ്ടുവരുന്നതാണ് മൂന്നാമത്തെ, പ്രൊപ്രിയോസെപ്റ്റേഴ്സ്. അപ്പോൾ കണ്ണും ചെവിയും ഈ ഒരു ചെറിയ ജോയിന്റുകളും ഒരുമിച്ച് ഇൻപുട്ട് തലച്ചോറിലോട്ട് കൊടുക്കുമ്പോഴാണ് ശരിയായ തലച്ചോറിനകത്ത് കുറച്ച് ഫിസിയോളജിക്കൽ കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള പ്രക്രിയകൾ നടക്കുകയും അതിന്റെ ഫലമായി നമ്മൾ ശരിയായ രീതിയിൽ ബാലൻസ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെൻട്രൽ കോസസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിനകത്തുണ്ടാവുന്ന രക്തസ്രാവം, അല്ലെങ്കിൽ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ, വളർച്ചകൾ. ഇത് കൂടാതെ ഈ പെരിഫറൽ, ഒന്ന് കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ ആകാം, രണ്ടാമത്തത് ചെവിക്കകത്തുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഈ ചെറിയ ജോയിന്റുകളുടെ ചലന പ്രശ്നങ്ങളാവാം. ഈ 3ഉം ഈ ഒരു ബാലൻസിനെ ബാധിക്കാം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയമായി ചെവി മാത്രമായതുകൊണ്ട് ചെവിക്കകത്ത് വരുന്ന ഇൻഫെക്ഷനുകളാണ്.
പ്രധാനമായും അതിനകത്ത് വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. വൈറൽ ലാബ്രിന്തൈറ്റിസ് എന്ന് പറയാം. പക്ഷെ ഇത് വരുന്നത് വൈറൽ പനിയോട് കൂടെ ആയിരിക്കാം. വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ വൈറൽ പനി ഉണ്ടാക്കാം. അതുപോലെ വരുന്ന പല രീതിയിലുള്ള പനികൾ, ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇൻഫെക്ഷൻ വരികയും അത് ചെവിയിലേക്ക് ബാധിക്കുകയും ചെയ്യാം. രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് ക്രോണിക് സപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അതായത് ചെവിക്കല്ല് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ടിംബാനിക് മെംബ്രെയിനിൽ വരുന്ന ക്ഷതങ്ങൾ. അത് വളരെ കാലങ്ങൾക്ക് മുൻപ് വന്ന ക്ഷതങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് കൊണ്ട് വന്ന ക്ഷതമായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് ഈ ടിംബാനിക് മെംബ്രെയിനിന് ഒരു പൊട്ടൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തുകൊണ്ടോ ഈ ടിംബാനിക് മെംബ്രെയിൻ പൊട്ടുകയും പിന്നീട് അത് ഉണങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. അത് പ്രധാനമായും രോഗികൾ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് കേൾവി കുറയുന്നു, അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് വെള്ളം ദ്രാവകം ഒലിച്ചു വരുന്നു എന്നുള്ള കംപ്ലൈന്റോട് കൂടിയായിരിക്കാം. ചിലപ്പോൾ അത് അതിയായ ശക്തമായ വേദനയോടുകൂടി പ്രസന്റ് ചെയ്യാം. അതെല്ലാം തന്നെയും ചെവിക്കകത്ത് വരുന്ന മിഡിൽ ഇയർ, അതായത് മധ്യകർണത്തിനകത്ത് വരുന്ന ഇൻഫെക്ഷനുകൾ ചെവിയുടെ അകത്തോട്ട്, പിന്നെ അവിടെ നിന്ന് വരുന്ന ഈ ഒരു ഇൻഫെക്ഷൻ വന്ന് അതിന് ശരിയായ രീതിയിൽ ചികിത്സ എടുക്കാതിരിക്കുകയും കൂടെ അതിനകത്തോട്ട് വെള്ളം കയറുക, അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ മതിയായ രീതിയിൽ കവറിങ് കൊടുക്കാത്തത് കൊണ്ട് പിന്നെ കാറ്റടിച്ചു വരിക. ഇന്ന് ഈ പ്രധാനമായും വെള്ളം കയറുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ പൊട്ടിയ കർണപടത്തിനകത്തൂടെ മധ്യകർണത്തിലേക്ക് ഇൻഫെക്ഷൻ വരികയും അവിടുന്ന് മധ്യകർണത്തിനോട് വളരെ അടുത്തായിട്ടിരിക്കുന്ന ആന്തരിക കർണത്തിലോട്ട് ഈ ഇൻഫെക്ഷൻ വ്യാപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് എഗെയിൻ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മാറുകയും നമുക്കൊരു നമ്മുടെ ബാലൻസിന് പ്രോബ്ലം വരികയും ചെയ്യാം. പിന്നീട് വരുന്നത് ചെവിക്ക് അകത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ആന്തരിക കർണത്തിനകത്ത് എൻഡോലിംഫ് പെരിലിംഫ് എന്ന് പറയുന്ന 2 ദ്രാവകങ്ങളുണ്ട്. ഈ ദ്രാവകങ്ങളുടെ ശരിയല്ലാത്ത രീതിയിലുള്ള വ്യതിയാനം, അതായത് പെരിലിയം ഫിസ്റ്റുല എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രഷർ വരുന്ന പോലെ ആന്തരികകർണത്തിനകത്തും പ്രഷർ വരാം. അപ്പോൾ ഈ പെരിലിംഫ് എന്നുള്ളത് ഒരു ബലൂൺ ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ആന്തരികകർണത്തിനകത്തുള്ള ഈ ബലൂൺ പോലെ വീർത്തു വരുന്ന ഇതിന് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയും. മെനിയേഴ്സ് ഡിസീസ് വരുമ്പോൾ പെട്ടെന്ന് പല കാരണങ്ങൾ കൊണ്ട്, അത് നമ്മുടെ പ്രഷർ വരുന്നത് പോലെ തന്നെ ഉപ്പ് കൂടുതൽ ആഹാരം കഴിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടാവാം, ടെൻഷൻ, അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇതുകൊണ്ട് എല്ലാം തന്നെയും ഈ ആന്തരികകർണത്തിനകത്തുള്ള ഈ ഒരു ദ്രാവകം ഒരു ബലൂൺ പോലെ വീർത്തു വരികയും അതിനോടനുബന്ധിച്ച് ആ സമയത്ത് രോഗിക്ക് കലശലായ തലകറക്കവും അതുപോലെ തന്നെ കേൾവിക്കുറവും അനുഭവപ്പെടാം. പിന്നെ ഇത് വരുന്നത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും അത് പ്രത്യേകിച്ച് ഒരു കാരണവും കാണില്ല. പക്ഷെ രോഗി വന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും രാത്രി, അവർ പ്രധാനമായിട്ടും വരുന്ന രാത്രി നമ്മൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട് രാത്രി എണീക്കുമ്പോഴാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ കട്ടിലോടുകൂടി ഇത് മൊത്തമായി കറങ്ങി അടിച്ചു വീണു, ഞാൻ കട്ടിലിൽ അമർത്തി പിടിച്ചു എന്നാണ് ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് രോഗി തരുന്നത്. അതോടൊപ്പം തന്നെ ശക്തിയായിട്ടുള്ള കലശലായിട്ടുള്ള ഛർദി അല്ലെങ്കിൽ ഛർദിക്കാനുള്ള തോന്നൽ, ഇതും കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ BPPV എന്ന് പറയും. അപ്പോൾ പ്രധാനമായിട്ടും അത് ഇൻഫെക്ഷൻ കൊണ്ട് വരാം, ഒരു ഇയർ ബാലൻസിന് പ്രശ്നം വരാം, അല്ലെങ്കിൽ ചെവിക്കകത്തുള്ള ചെവിക്കല്ല് പൊട്ടി അത് ശരിയായ രീതിയിൽ ചികിത്സ എടുക്കാത്തതിന്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ വേറൊന്ന് വരുന്നത് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു ദ്രാവകങ്ങളുടെ ആധിക്യം കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ വരുന്നത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. ഇത്രയും ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ ഈ കേരളത്തിന്റെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് മിനിയാണ്. മിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് 53 വയസ്സായിട്ടുണ്ട് ഡോക്ടറെ. അപ്പോ മുമ്പ് എനിക്ക് ഇതുപോലെ തലചുറ്റി പോലെ വന്നായിരുന്നു. ഞാൻ വീണു, തലചുറ്റി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. പോയിട്ട് 3-4 ദിവസം എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കി, എന്റെ ഇയർ ബാലൻസ് ഒക്കെ ക്ലിയർ ആക്കി വിട്ടു. പക്ഷെ ഇപ്പോ നമ്മൾ കുളിച്ചിട്ട് തല തോർത്തുമല്ലോ, നമ്മളിങ്ങനെ നിവർന്ന് നിന്ന് ഒരിക്കലും തല തോർത്താറല്ലോ, കുനിഞ്ഞല്ലേ തല തോർത്താറുള്ളൂ. അപ്പോ അങ്ങനെ കുനിഞ്ഞ് ഇപ്പോഴും ഞാൻ തല തോർത്തുമ്പോൾ ഞാൻ കമിഴ്ന്ന് വീണു പോകുന്നു, കണ്ണിനകത്ത് ഇരുട്ട് കയറി. അപ്പൊ ഞാൻ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരണം. ഇത് ഒരുപാട് രോഗികൾക്ക്, ഇതുപോലുള്ള ഒരുപാട് പേർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ഒരു തവണ ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ ആന്തരികകർണത്തിനകത്തുള്ള ഹലോ കേൾക്കാനുള്ളല്ലോ അല്ലേ? ഹലോ മിനി ചോദിച്ച ഈ ചോദ്യം വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഇത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ആന്തരികകർണത്തിലുള്ള ഒരു ബാലൻസിങ് പ്രോബ്ലം,
ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് തലയുടെ ചില പ്രത്യേക പൊസിഷനുകളിലാണ്. അതിൽ ഒന്നാണ് നമ്മൾ ഒരു മെക്ക പൊസിഷൻ എന്ന് പറയും. അതായത് നമ്മൾ നമാസ് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആ ഒരു പൊസിഷൻ, തല താഴോട്ട് കുനിഞ്ഞു വെക്കുന്നു. രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ കുനിഞ്ഞു നിന്ന് തല തോർത്തുന്ന ആ പൊസിഷൻ, അതൊരു വളരെയധികം നമ്മുടെ ബാലൻസിനെ കളയുന്ന ഒന്നാണ്. പിന്നെ ഒന്ന് വരുന്നത് പെട്ടെന്നുള്ള എക്സ്റ്റൻഷൻ, പെട്ടെന്ന് നമ്മൾ തല മുകളിലോട്ട് നോക്കുക അല്ലെങ്കിൽ സൈഡിലോട്ട് ചെരിഞ്ഞ് തല നോക്കുക എന്നുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് വളരെ അധികമായിട്ടുള്ള രീതിയിൽ തലകറക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യാനുള്ളത് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു തല കുനിഞ്ഞ് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ, അതായത് നമ്മൾ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ഒരു നമാസിലോട്ട് പോകുന്ന ആ ഒരു പൊസിഷൻ എന്തായാലും അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ തലയുടെ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തലകറക്കം വന്നാൽ ഉടൻ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്, അതുപോലെ ഏതെല്ലാം സാഹചര്യങ്ങൾ വരുന്ന തലചുറ്റലിനാണ് നമ്മൾ ഉടൻ ചികിത്സ തേടേണ്ടത്? തലചുറ്റൽ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഒരു ഒരു അസുഖത്തിനേക്കാൾ കൂടുതലായിട്ട് ഒരു ലക്ഷണമാണത്. നമ്മൾക്ക് തലവേദന വരുന്നു എന്ന് നമ്മൾ പറയുന്നത്, തലവേദന ശരിക്കും ഒരു അസുഖമല്ല, ഏതോ ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് ഈ തലകറക്കവും. തലകറക്കം വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് തലകറക്കം വരാം, അല്ലെങ്കിൽ വളരെ വലിയൊരു കാരണങ്ങൾ കൊണ്ട് തലകറക്കം വരാം. അതുകൊണ്ട് ഒരിക്കലും തലകറക്കത്തിനെ നിസ്സാരവൽക്കരിക്കുകയോ സ്വന്തമായി ആശുപത്രി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കുകയോ ചെയ്യരുത്. കാരണം എന്താണ് അതിന് പുറകിലുള്ള കാരണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ്, അതായത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എത്ര ചെറിയ തലകറക്കം, വളരെ നിസ്സാരമായിട്ട് നമുക്ക് ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ തലകറക്കം വരാം, ശക്തിയായിട്ട് മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറക്കം വരാം. അപ്പോ അങ്ങനത്തെ അല്ലാത്ത രീതിയിൽ 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന തലകറക്കം, അല്ലെങ്കിൽ ശക്തിയായ തലകറക്കം, എണീറ്റ് നിൽക്കാനേ പറ്റുന്നില്ല, കണ്ണിൽ ഇരുട്ട് വരുന്നു, അതോടൊപ്പം തന്നെ ഛർദ്ദിക്കാനുള്ള തോന്നലോ ഇതായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഛർദിൽ വരുന്നു. അതുപോലെ തന്നെ ഓരോ തവണയും നമുക്ക് വയറിനകത്ത് ക്രാമ്പ് എന്ന് പറയും, വയറിനകത്ത് വെപ്രാളം, അതുപോലെ അത് വെളിയിലോട്ട് പോകാനുള്ള തോന്നൽ, ഇതെല്ലാം വരികയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം. ഈ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിലോ അല്ലെങ്കിൽ OP-യിലോ ഏത് സെറ്റപ്പിലാണെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഒരിക്കലും നമുക്ക് നാളെ ശരിയാവും അല്ലെങ്കിൽ മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞു നിൽക്കേണ്ട ഒന്നേ അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഡോക്ടർ, അതുപോലെ തന്നെ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണോ? എന്താണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരം എന്ന് പറയുന്നത്? പരിഹാരം എന്നുള്ള ചികിത്സയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞാൻ പല കാരണങ്ങളും പറഞ്ഞല്ലോ, ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പൊ ഇതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് കാരണം എന്ത് എന്ന് കണ്ടുപിടിക്കുകയാണ്. ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് തലകറക്കം വന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകളാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇത് ഹിസ്റ്ററി ടേക്കിംഗ്, അതായത് രോഗിക്ക് എന്തു തോന്നുന്നു എന്ന് കണ്ടുപിടിക്കലാണ്. കാരണം ഈ തലകറക്കം എന്നുള്ളത് ഒരു വലിയ ഒരു ടേമാണ്. അപ്പൊ അത് ഇത് ചിലപ്പോൾ അത് ഇയർ ബാലൻസിന് തലകറക്കമായിരിക്കാം, അതിന് നമ്മൾ ട്രൂ വെർട്ടിഗോ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എണീറ്റ ഉടൻ തന്നെ വളരെ നിമിഷങ്ങളോളം മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ സെക്കൻഡ്സുകൾ കൊണ്ട് മാത്രം നിൽക്കുന്ന അതീവ ശക്തമായ തലകറക്കവും അതോടൊപ്പം വരുന്ന ഛർദി അല്ലെങ്കിൽ ഛർദിക്കാനുള്ള തോന്നൽ, ഇതിനെയാണ് നമ്മൾ ട്രൂ വെർട്ടിഗോ എന്ന് പറയുന്നത്. അതായത് മുറിയോടുകൂടി കറങ്ങി എന്നുള്ള തോന്നൽ, റൊട്ടേറ്ററി സെൻസേഷൻ, ഇത് വരികയാണെങ്കിൽ അതാണ് ട്രൂ വെർട്ടിഗോ. ഇനി എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോൾ, തലകറക്കം എന്ന് പറഞ്ഞു വരുന്ന രോഗിയോട് എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന മറുപടി തല പെരുപ്പമായിരിക്കാം, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ തല കനം എന്നുള്ള വാക്കായിരിക്കാം. ഇപ്പൊ അതൊന്നും തന്നെ ഒരു വെർട്ടിഗോ അല്ല, അതൊന്നും തന്നെ ഇയർ ബാലൻസിന്റെ ലക്ഷണമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിനെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെ, അതായത് രോഗിയോട് വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് ഒരു കൂളായിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഡോക്ടർക്ക് മാത്രം കിട്ടുന്ന ഒരു ആർട്ടാണ് ഹിസ്റ്ററി ടേക്കിംഗ് എന്നുള്ളത്. രണ്ടാമതായിട്ട് ഈ ഒരു ബ്ലഡ് എക്സാമിനേഷൻ, അതായത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ് അനീമിയയിലോട്ട് പോയാൽ അതൊരു തലകറക്കത്തിന് കാരണമാകാം. അതുകൊണ്ട് ഹീമോഗ്ലോബിൻ മുതൽ ഒരുപാട് ടെസ്റ്റുകൾ, ടോട്ടൽ കൗണ്ട്, ഡിഫറൻഷ്യൽ കൗണ്ട്, പെരിഫറൽ സ്മിയർ എന്ന് തുടങ്ങി ഒരുപാട് ടെസ്റ്റുകൾ ബ്ലഡിൽ തന്നെ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ
തലച്ചോറിനകത്തുള്ള പ്രശ്നങ്ങളാണോ എന്നറിയാൻ വേണ്ടി CT സ്കാനും അതോടൊപ്പം തന്നെ MRI സ്കാനും ചെയ്യാനുണ്ട്. ഇനി ഇത് ചെവിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കേൾവി നോക്കാനുള്ള ഓഡിയോമെട്രി, ഓഡിയോഗ്രാം, പ്യൂർ ടോൺ ഓഡിയോഗ്രാം എന്നുള്ള ടെസ്റ്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ വീഡിയോ നിസ്റ്റാമോഗ്രാഫി എന്ന് പറയും. ഇതിനെ നമ്മുടെ കണ്ണിനകത്തുള്ള മൂവ്മെന്റുകൾ, തലകറക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ മാറുന്ന സമയത്ത് കണ്ണിനകത്ത് വരുന്ന ചെറിയ ചലനങ്ങൾ മനസ്സിലാക്കാനുള്ള VNG അല്ലെങ്കിൽ വീഡിയോ നിസ്റ്റാമോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇത്രയധികം ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ രോഗിക്ക് എന്ത് ചികിത്സ കൊടുക്കണമെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മിഥുനാണ്. മിഥുൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. മിഥുൻ പറഞ്ഞോളൂ. എനിക്ക് ലെഫ്റ്റ് സൈഡില് ചെവിയുടെ ബാക്ക് സൈഡിലായിട്ട് നല്ല പെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ആ പെയിൻ വന്നിട്ട് കഴുത്തിന്റെ അവിടം വരെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. 1 month ആയിട്ടുണ്ട്. ചെവി മുതൽ കഴുത്ത് വരെ വേദന വരുന്നു? അതെ, ബാക്ക് സൈഡിൽ, അതാ ചെവിയുടെ ബാക്ക് സൈഡിൽ തൊട്ട് കഴുത്തിന്റെ ജോലൈന്റെ അവിടം വരെ. എത്ര വയസ്സുണ്ട്? എനിക്ക് 21 കഴിഞ്ഞു. 21. അത് കാണിക്കണം. അത് അല്ലാതെ നമുക്ക് ആലോചിച്ചെടുക്കേണ്ട ഒന്നല്ല. എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വേദനയ്ക്ക് പ്രത്യേകിച്ച്. അപ്പൊ അത് ചെവിയുടെ അകം പരിശോധിക്കാനുണ്ട്, വായ്ക്കകം പരിശോധിക്കാനുണ്ട്, അതുപോലെ തന്നെ കഴുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും അതിന്റെ പരിശോധിച്ച ശേഷം അതിന്റെ ചികിത്സ എടുക്കുകയാണ് വേണ്ടത്. പ്രധാനമായിട്ടും ഇത് വരുന്നത് ഈ സൈഡ് ആവുമ്പോൾ നമ്മുടെ സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് എന്ന് പറഞ്ഞ മസിൽ ഉണ്ട്. അവിടെ മസിലിന്റെ അറ്റാച്ച്മെന്റ്, മസിൽ വന്ന് ചേർന്നിരിക്കുന്ന ഭാഗത്തിന് വരുന്ന ചെറിയ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് വരുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടായിരിക്കാം സാധാരണഗതിയിൽ വരുന്നത്. എന്നാലും ഡോക്ടറെ കാണിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാം. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഡോക്ടർ, അതുപോലെ ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതുപോലെ വ്യായാമ രീതികളും മറ്റ് പരിഹാര മാർഗങ്ങളും എന്താണ് ഇതിന് ചികിത്സയ്ക്ക് തന്നെ ഇയർ ബാലൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറയുകയുണ്ടായി, ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. ഇത് വളരെ സെക്കൻഡുകൾ മാത്രം നിൽക്കുകയും അതോടൊപ്പം തന്നെ മൊത്തം മുറിയോടുകൂടി കറങ്ങുകയും ചെയ്യുന്ന ഒന്നാണ് ഇത്. അതിന്റെ ചെയ്യുന്നത്, അങ്ങനെ ഒരു രോഗി വരികയാണെങ്കിൽ നമ്മൾ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തലയുടെ ഒരു 2 രീതിയിൽ പൊസിഷൻ ടെസ്റ്റ് എന്ന് പറയും. തല ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കണ്ണിനകത്ത് ചലനങ്ങൾ സംഭവിക്കുന്നു. അതിന് നിസ്റ്റാഗ്മസ് എന്നാണ് പറയുന്നത്. അപ്പം തലയുടെ മൂവ്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ ചലനത്തിനനുസരിച്ച് കണ്ണിനകത്ത് വരുന്ന പ്രത്യേകതരം ചലനങ്ങളെയാണ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് ആന്തരീകരണത്തിനുള്ള ഏത് ഭാഗത്തിന്റെ ബാലൻസിനാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മൾ റീപൊസിഷൻ മെനുവർ എന്ന് പറയും. അതിലൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് എപ്പിലി മെനുവർ. അതായത് തലയെ ഒരു 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ തല 5 പൊസിഷനിലോട്ട് ചരിക്കുകയും അതിനുശേഷം ഈ ഒരു മൂവ് ചെയ്ത്, അതായത് ഇയർ ബാലൻസിന് കാരണമാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ചെറിയ കോശങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു ക്രിസ്റ്റലുകളെ തിരിച്ച് അതിനെ വെസ്റ്റിബ്യൂളിലോട്ട് ഇടുന്ന ഒന്നാണ് ഈ ഒരു എപ്പിലി മെനുവർ എന്ന് പറയുന്നത്. അത് 5 പ്രത്യേക രീതിയിലൂടെ തലയെ കൊണ്ടുപോയി കഴിഞ്ഞ് പേഷ്യന്റിനെ ഇരുത്തുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 48 മണിക്കൂർ 2 ദിവസത്തോളം രോഗി റെസ്റ്റ് എടുക്കുകയും തല മുകളിലോട്ട് പൊക്കാതെ ഇരിക്കുക, അതുപോലെ തന്നെ കണ്ണിന് വലിയ സ്ട്രെയിൻ കൊടുക്കുന്ന ജോലികൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ കുറച്ച് പ്രത്യേകം ഉപദേശങ്ങളും കൂടി അതിലൂടെ പാലിക്കാനുണ്ട്. അത് 48 മണിക്കൂറോളം രോഗി കൃത്യമായി അത് പാലിക്കുകയാണെങ്കിൽ ഒരു 99% ആൾക്കാർക്കും രണ്ടാമതൊരിക്കൽ ഇതുപോലെ തലകറക്കം വരാതിരിക്കുന്നു. ഇനി ഇത് തലകറക്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ അധികമായിട്ട് രോഗിയുടെ ഒരു കോൺഫിഡൻസ് ലെവല് ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും രോഗികൾ പറയും, ഞങ്ങൾക്ക് ഇത് ഇനിയും വരുമോ എന്നുള്ള തോന്നലാണ്. അതുപോലെ തന്നെ 2 വീലർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇനി വരുമോ എന്നുള്ള പേടി. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇനിയും പെട്ടെന്ന് വരുമോ, വണ്ടി ഇടിക്കുമോ എന്നുള്ള പേടി. ഇതെല്ലാം തന്നെയും രോഗിയുടെ കോൺഫിഡൻസ് ലെവലിനെ വളരെയധികം ഇല്ലാതാക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടി മാറ്റാനായിട്ട് ഇതിന് കുറച്ച് സൈക്കോതെറാപ്പി, മനസ്സിലായോ? അപ്പം സൈക്കോതെറാപ്പി, അതുപോലെ തന്നെ ഒരു റിലാക്സേഷൻ ടെക്നിക്കുകൾ, അതുപോലെ തന്നെയുള്ള ബ്രീതിങ് എക്സസൈസുകൾ, ഇതിനൊപ്പം തന്നെ കഴുത്തിന് കൊടുക്കുന്ന എക്സസൈസുകളുമുണ്ട്. അതിന്റെ കഴുത്തിന് വളരെ ചെറിയ രീതിയിൽ ആദ്യം കഴുത്തുകൾ ഇരുന്നുകൊണ്ടും അതുപോലെ തന്നെ കിടന്നുകൊണ്ടുമുള്ള ചെറിയ എക്സസൈസുകൾ, അതോടൊപ്പം കണ്ണിന് കോർഡിനേഷൻ വരാനുള്ള,
നമ്മളൊരു ചെറിയ ബോൾ വെച്ചിട്ട് അതിന്റെ കൈ വെച്ചിട്ട് വരുന്ന കയ്യിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരുന്ന ഐ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളുണ്ട്. അതുപോലെ കണ്ണും കഴുത്തും തലയുടെ ബാക്കി ഭാഗവും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ ദിവസവും ആദ്യം ഒരു ചെറിയ രീതിയിൽ ആരംഭിച്ച് പടിപടിയായി പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടി ചെയ്യുന്നതല്ല, ഓരോ സ്റ്റെപ്പ് വൈസ് ചെറിയ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മളൊരു പടി കയറുന്ന രീതിയിൽ പതുക്കെ പതുക്കെ 1-2 മാസങ്ങൾ കൊണ്ട് വളരെ പതിയെ ഇതിന്റെ സമയം കൂട്ടിക്കൊണ്ട് വരികയും ഒരു പ്രത്യേക സമയം എത്തിക്കഴിയുമ്പോൾ അത് എന്നും ചെയ്യാനായിട്ട് രോഗിയെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതിന് ഒരുപാട് സെൽഫ് മോട്ടിവേഷനും ഡിറ്റർമിനേഷനും വളരെ ആവശ്യമാണ്. അതായത് ഒരു ദിവസം ചെയ്ത് പിന്നെ ചെയ്യാതിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ സമയബന്ധിതമായി എല്ലാ ദിവസവും ചെയ്യുന്ന എക്സസൈസുകൾ വഴി ഒരു 70-80% പിന്നെ ഒരിക്കലും വരാത്ത രീതിയിൽ ഈ അസുഖത്തിനെ മാറ്റിയെടുക്കാനും അതോടൊപ്പം രോഗിയുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർത്തിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഇയർ ബാലൻസ് പ്രശ്നമുള്ളവർ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നേരത്തെ തന്നെ നമ്മളെ ഒരു പ്രേക്ഷക സംസാരിച്ച പോലെ ഒന്ന് വരുന്നത് കഴുത്തിന്റെ പോസ്ചറാണ്. അപ്പം ശരിയായ രീതിയിൽ നടക്കാനും ശരിയായ രീതിയിൽ ഇരിക്കാനും, ഈ കൂനി ഇരിക്കുക, അതുപോലെ തന്നെ കഴുത്ത് വളരെയധികം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇരിക്കുക, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പ്രവണതകളാണ്. അപ്പൊ നമ്മുടെ ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം പിന്നെ 1-2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് ഒരു 5-6 മിനിറ്റ് നടന്ന് തിരിച്ചു വന്ന് ചെയ്യാം. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഒരു സ്പൈനും നമ്മുടെ കഴുത്തിന് പുറകിലുള്ള കശേരുക്കളും ശരിയായ രീതിയിൽ നിൽക്കാനായിട്ടുള്ള കസേരകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നെക്ക് റെസ്റ്റ് ഉള്ള കസേരകൾ, ബാക്ക് റെസ്റ്റ് മാത്രമല്ല നെക്കിനും കൂടെ കഴുത്തിനും കൂടെ റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കസേരകൾ ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർ, പ്രധാനമായും ഈ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കോൾ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്നവർ, അവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈവൻ ഇഫ് തലകറക്കം ഇല്ലാത്തവർ പോലും ഇനി വരാതിരിക്കാനായിട്ട് ഈ ഒരു നെക്ക് റെസ്റ്റ് ഉള്ള കസേരകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെയുള്ളത് പലപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ നമ്മുടെ കഴുത്തിന് അൺഡ്യൂ സ്ട്രെയിൻ കൊടുക്കുന്നു. ഒന്നാണ് ഈ പെട്ടെന്ന് കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുക. പിന്നെ ഒരു 40 വയസ്സിന് മുകളിൽ പ്രധാനമായും സ്ത്രീകൾ കുറച്ചൊരു പിന്നെ നമ്മുടെ ഓസ്റ്റിയോപ്രോസിസ്, ഹോർമോണൽ ബാലൻസുകൾ അല്ലെങ്കിൽ 50 വയസ്സ് 60 വയസ്സിലോട്ടൊക്കെ പോകുന്തോറും നമ്മുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള ഒരു അസുഖം ചെറുതായ രീതിയിലെങ്കിലും വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു പെട്ടെന്ന് വരുന്ന നമ്മുടെ കഴുത്ത് വെട്ടിത്തിരിക്കുന്ന പൊസിഷനുകൾ ചെയ്യാതിരിക്കണം. അതുപോലെ രാത്രി എണീക്കുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന്, രാത്രി എന്നല്ല പകലാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു 5 മിനിറ്റ് കട്ടിലിൽ കസേരയിൽ ഇരുന്നതിന് ശേഷം മാത്രം കാൽ തറയിൽ കുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എണീക്കുന്ന പോസ്റ്ററുകൾ, അതുപോലെ തന്നെ വേറൊന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പെട്ടെന്ന് ഹലോ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും പുരുഷോത്തമനാണ്. പുരുഷോത്തമൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, എന്റെ റൈറ്റ് സൈഡിലേക്ക് തല തിരിച്ചു പിടിക്കുമ്പോ എന്റെ ലെഫ്റ്റ് ചെവിട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സൗണ്ട്. റൈറ്റ് സൈഡിലേക്ക് ഭയങ്കര തിരിച്ചു പിടിക്കുമ്പോൾ തല ചുറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട്. ഓ ഡോക്ടർ, ഇത് ഡോക്ടറെ ആരെയും കാണിച്ചിരുന്നോ? അവിടെ ഡോക്ടറെ കാണിച്ചോ? ഒരിക്കൽ കാണിച്ചാലും ഡോക്ടർ പറഞ്ഞ ഇയർ ബാലൻസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഗുളിക കുടിച്ചു. ഗുളിക മാത്രമല്ല, ഇത് ഇയർ ബാലൻസിന്റെ ആണെങ്കിൽ നമുക്ക് അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പിലി മെനുവർ പോലുള്ള തലയുടെ കഴുത്തിന്റെ പൊസിഷൻ മാറ്റിക്കൊണ്ടുള്ള ചികിത്സ. ഗുളിക മാത്രമല്ല, ചികിത്സ എന്ന് പറഞ്ഞാൽ ഗുളിക മാത്രമല്ല. അത് ശ്രദ്ധിക്കാനുള്ളത് എപ്പിലി മെനുവർ, നമ്മുടെ കഴുത്തിന്റെ പല പൊസിഷനിലൂടെ തിരിച്ചിട്ട് ഇളകി കിടക്കുന്ന ഈ ഇയർ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ആന്തരീകരണത്തിനകത്തുള്ള ചെറിയ കല്ല് പോലെയുള്ള വസ്തുക്കൾ ഇളകി മാറുന്നതാണ് പ്രധാന കാരണം. അപ്പൊ ഇളകി മാറിയ ഈ കല്ല് പോലെയുള്ള വസ്തുക്കളെ തിരിച്ച് അതിന്റെ പൊസിഷനിൽ തന്നെ വെക്കാനായിട്ടാണ് നമ്മൾ ഈ കഴുത്തിന്റെ കുറച്ച് മെനുവറുകൾ ചെയ്യാം. അത് ഏത് ഭാഗത്തിനാണോ പ്രശ്നം വന്നിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാനായിട്ട് ENT ഡോക്ടർക്ക് സാധിക്കും. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ തിരിച്ചിടാനുള്ള മെനുവർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ ഗുളിക കഴിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കേണ്ട ആവശ്യം പോലും വരില്ല. അപ്പൊ അത് ചെയ്യണം. ENT ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം ഈ ചികിത്സ എടുക്കണം, എന്നാൽ അത് മുഴുവനായിട്ട് മാറും.
ഡോക്ടർ, നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിക്കും. നമ്മൾ ചോദിച്ചത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കാനുള്ള ഒന്ന് കഴുത്തിന്റെ അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് കുനിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ടും ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു 50 വയസ്സിന് മുകളിലോട്ട്, പ്രധാനമായും 50 വയസ്സിന് മുകളിലുള്ള പ്രധാനമായും സ്ത്രീകളായിരിക്കും. പുരുഷന്മാരെക്കാൾ കൂടുതലായി ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഒരു പോസ്റ്റ് മെനോപോസൽ അല്ലെങ്കിൽ പെരി മെനോപോസൽ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും അവരാണ് കൂടുതലായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പം പെട്ടെന്ന് വരുന്ന വളരെ ധൃതിയിൽ ചെയ്യുന്ന കഴുത്തിന്റെ പൊസിഷനുകൾ വരാതെ നോക്കുക. പ്രധാനമായും മുന്നിലോട്ട് നേരത്തെ ഈ മുടി ചീകി എന്ന് പറയുന്നു അല്ലെങ്കിൽ മുടി തോർത്തുന്ന ആ ഒരു പൊസിഷൻ വളരെയധികം ശ്രദ്ധിക്കുക. അത് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെങ്കിൽ തന്നെ. അതുപോലെ തന്നെ 2 സൈഡിലേക്കും പെട്ടെന്ന് കഴുത്ത് തിരിച്ച് നോക്കാതിരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു പൊസിഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഈ പൊസിഷൻ പെട്ടെന്ന് തലകറക്കത്തിലോട്ട് പോകാം. പിന്നെയുള്ളത് വൈറ്റമിൻ D3 എന്ന് പറയുന്ന വൈറ്റമിൻ ഡി ലെവലും ഈ ഇയർ ബാലൻസ് മൂലം ഉണ്ടാവുന്ന തലകറക്കവും വളരെയധികം ബന്ധപ്പെട്ടതായിട്ട് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി ലെവൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈല് വെച്ചിട്ട്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി വെച്ച് നമ്മൾ എപ്പോഴും വീടിനകത്ത് അധിക സമയം ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇതൊക്കെ ഒരുപാട് സമയം ഇരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഈ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടാതിരിക്കുകയും അതുകൊണ്ട് വൈറ്റമിൻ ഡി ലെവലുകൾ ശരീരത്തിൽ വളരെയധികം കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡി ലെവൽ കുറയുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇയർ ബാലൻസ് കൊണ്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അതിന്റെ കൂടെ ഇയർ ബാലൻസ് കൊണ്ടുള്ള അസുഖങ്ങൾ, ഈ ഒരു തലകറക്കത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ കൃത്യമായ പരിശോധന, ഇടവേളകളിൽ വൈറ്റമിൻ ഡി ലെവൽ പരിശോധിക്കുകയും ബ്ലഡിലാണ് അത് നോക്കുന്നത്. അത് കുറവാണെന്ന് കാണുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന്റെ ഒരു വൈറ്റമിൻ ഡി ലെവൽ കൂട്ടാനുള്ള മരുന്ന് എടുക്കുകയും വേണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കാൽഷ്യം ലെവൽ. അപ്പോൾ കാൽഷ്യം, വൈറ്റമിൻ ഡി ലെവൽ നോക്കുക. പിന്നെ നമ്മൾ പെട്ടെന്നുള്ള നമ്മുടെ തല വെട്ടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ തല ഫ്രണ്ടിലോട്ട് കുനിച്ചിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. ഇതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള നമ്മുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ സ്പൈനിന്റെയും കഴുത്തിന്റെയും അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ടുള്ള ഇരിപ്പ്, നടപ്പ് ഇതെല്ലാം ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നാണ്, ജീവിത ശൈലി നന്നാക്കി എടുക്കുക. അതോടൊപ്പം ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, അതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ കഴുത്തിലെ മസിലുകളെ എല്ലാം സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ കൃത്യമായ രീതിയിൽ, ഈ എക്സസൈസുകൾ ഓരോ മസിലിനുമുള്ള എക്സസൈസുകളുണ്ട്. വെറുതെ ജിമ്മിൽ 1 ദിവസം 2 ദിവസം പോയി അതല്ല അതിന്റെ കാര്യം. ഇത് വളരെ കൃത്യമായുള്ള ശരിയായ സമയത്ത് എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇയർ ബാലൻസ് പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ട്, അതുപോലെ തന്നെ ENT പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ S. സുജാതയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.